കൊല്ലം പുത്തൂരിൽ ബാധയൊഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ജ്യോത്സ്യൻ മുരാരി തന്ത്രിക്കായി കസ്റ്റഡി അപേക്ഷ നൽകി. കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ച ഹർജി പരിഗണിക്കും. ഷമീറാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമാണ്. അതിലാണിപ്പോൾ കസ്റ്റഡി അപേക്ഷ. എന്താണ് സംഭവിച്ചത് എന്നറിയണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക തന്നെ വേണം. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ കോടതി പറയുന്നത്? കോടതി എങ്ങനെയാകും നിലപാട് സ്വീകരിക്കുക? നിലവിൽ കേസിൽ സ്വാതി ഇയാളുടെ മൊഴികളിൽ വ്യക്തതയില്ല. ആദ്യഘട്ടത്തിലെടുത്ത മൊഴികളിൽ വ്യക്തതയില്ലാത്ത കാരണത്താലാണ് ഇയാളെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടെ ഇദ്ദേഹത്തിന്റെ ഇയാളുടെ വീടിനുള്ളിൽ ചോരപ്പാടുകൾ കണ്ടെത്തിയ സംഭവം, അങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ട്. ഇയാളുടെ ഭാര്യയും അമ്മയും ഉള്ള സമയത്താണ് ഈ ഒരു കൃത്യം ആ വീട്ടിൽ നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നാട്ടുകാർ പ്രാഥമികമായി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെങ്കിൽ 2 ദിവസമെങ്കിലും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഇപ്പോൾ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. അപ്പോൾ കോടതി ഉചിതമായ തീരുമാനമെടുക്കും. സ്വാതി.